ഹലോ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിലെ ആദ്യത്തെ മൊഡ്യൂളിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഏരിയാസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നത് പ്രോബ്ലംസ് അടങ്ങിയിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ചൊക്കെ പ്രോബ്ലംസ് പഠിച്ചു വെക്കണം. മേ ബി അത് എക്സാമിന് ചോദിച്ചു കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മളതവിടെ പഠിച്ചു വെക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്താണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ്. ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇൻഡിവിജ്വലാണ്. ഏതെങ്കിലും ഒരു റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്, ETF അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുക. ഓക്കെ, ആൻ ഇൻവെസ്റ്റർ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ടു എ ബിസിനസ് വിത്ത് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ഏർണിംഗ് റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ട്, ബോണ്ട് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ETF ഉണ്ട്, ഗോൾഡ് ഉണ്ട്, അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവന്യൂസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൽ ഫസ്റ്റ് വണ്ണായിട്ടുള്ളവരാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ നെറ്റ്വർത്ത്, അതായത് ഏഞ്ചൽ ഇൻവെസ്റ്റർ ഹീസ് എ ഹൈ നെറ്റ്വർത്ത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ who provides financial capital to a startup or entrepreneur. അതായത് ഹൈ നെറ്റ്വർത്ത് ഉള്ള പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. അവർ മറ്റുള്ള സ്റ്റാർട്ടപ്സുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള എംപ്ലോയീസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അവർ ക്യാപിറ്റൽ എക്സ്ചേഞ്ചിനും ഇക്വിറ്റി സ്റ്റേക്കിനും ഒക്കെ സഹായിക്കുന്ന ആൾക്കാരാണ്. ഫിനാൻഷ്യൽ റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യുന്നവരൊക്കെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ മെയിൻ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റിസ്ക് ഹൈ ആയിരിക്കും. ഓക്കെ, റിസ്ക് ഹൈ ഉള്ളവരാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. ഓക്കെ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ആണ്. ഓക്കെ, പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ആണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. They seek to invest startups and other small business. Unlike angel investors, they do not invest fund in startup business. Startup business ഫണ്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ വെഞ്ചർ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ വെഞ്ചർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. അത് അത്രയും സിംപ്ലിഫൈഡ് ആയിട്ട് നോക്കിയാൽ മടിച്ചു നോക്കിയപ്പോൾ കമ്പനിയുടെ ഗ്രോത്തിനും എക്സ്പാൻഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയവരാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ്, അതാണ് ആ മെയിൻ മീനിങ്. ഇനി P2P ലെൻഡിങ്. P2P ലെൻഡിങ് മീൻസ് പിയർ ടു പിയർ ലെൻഡിങ്. ഒക്കെ ഒരു ഫിനാൻസിങ് ആണ്. ഇൻഡിവിജ്വൽസിന് ലോൺസ് കൊടുക്കാനും അതേപോലെ തന്നെ മെയിനായിട്ട് ക്രൗഡ് ഫണ്ടിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് P2P ലെൻഡിങ് അഥവാ പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞൊക്കെ ഒരു ഫിനാൻസിങ് ആണ്. ലോൺസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം അതർ ഇൻഡിവിജ്വൽസ് അവോയ്ഡിങ് മിഡിൽമെന്നിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സെയിം ടു സെയിം ഒരു ഇടനിലക്കാരില്ലാത്ത ഒന്നാണ് P2P ലെൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് പേഴ്സണൽ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, പേഴ്സണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപ്പോൾ ഒരു പേഴ്സണൽ ഇൻവെസ്റ്റർ ഉണ്ടായിരിക്കാം. അവർ സ്വന്തം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റോക്ക്, ബോണ്ട് അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, അതാണ് പേഴ്സണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണൽ ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ്. അവർ പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒന്നല്ല, അവർ പേഴ്സണലി ഇങ്ങനെ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആളുകളാണ് അവരെന്ന് പറയുന്നത്. അഞ്ചാമത്തതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതും ഓർഗനൈസേഷനാണ് ദാറ്റ് ഇൻവെസ്റ്റ് മണി ഓഫ് അതർ പീപ്പിൾ. ഓക്കെ, അപ്പം അവർ ഒരു ഓർഗനൈസേഷനാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ള ആളുകളുടെ ഫണ്ടിൽ. അതായത് എക്സാമ്പിളായിട്ട് പറയുന്നത് മ്യൂച്വൽ ഫണ്ടൊക്കെയാണ്. മ്യൂച്വൽ ഫണ്ട്, ETF, എഡ്ജ് ഫണ്ടൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ പറയുന്നത്. അവർ മറ്റുള്ള ലാർജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺസ് കിട്ടുന്നവരാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നമുക്ക് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൽ വരുന്നത്. ഈ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നല്ല രീതിയിൽ നോക്കി വയ്ക്കണം. നമ്മളിത് പറയാൻ വിട്ടുപോയൊരു ഏരിയ ആയിരുന്നു.
ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫോർമേഷൻ. ഓക്കെ, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്, അതിനെക്കുറിച്ച് നമുക്ക് എവിടെ നിന്നൊക്കെ ഇൻഫോർമേഷൻസ് കിട്ടും, അതൊക്കെ ഡീൽ ചെയ്യുന്നതാണ് സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇൻ ദ വേൾഡ് ഓഫ് ഫിനാൻസ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ സോഴ്സസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫോർമേഷൻ ഈസ് ക്രിട്ടിക്കൽ ഫോർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. Reliable data is important for making sound financial decisions and assessing risk. ഓക്കെ, അപ്പോൾ ഒരു ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചുള്ള റിവാർഡ്സ്, അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ റിട്ടേൺസ്, ഇതൊക്കെ അറിയാൻ പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻസുകൾ സീക്ക് ചെയ്യും. സോ നമ്മൾ അതിൻ്റെ സോഴ്സസുകൾ മെയിൻ പറയുന്നത് ഫസ്റ്റ് കമ്പനി ഡാറ്റ. ഓക്കെ, നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നിൽ വരുന്നതാണ് സോഴ്സസ് ഓഫ് കമ്പനി ഡാറ്റ. അതിൽ വരുന്ന കമ്പനി ഡാറ്റ എന്ന് പറഞ്ഞാൽ അത് ഹിസ്റ്റോറിക്കും ഫ്യൂച്ചറിസ്റ്റിക്കും ആയിരിക്കാം. ഈ പറഞ്ഞ പാസ്റ്റ് ഡാറ്റയും വരാൻ പോകുന്ന പ്രസൻറ്റ് ഡാറ്റയുടെ ഒക്കെ ബേസിൽ വരുന്നതാണ് ആ സോഴ്സസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വണ്ണാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ സ്റ്റോക്സ്, ബോണ്ട്, ഓപ്ഷൻസ് ഒക്കെ വരുന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ. നമുക്ക് ഷോർട്ട് ടേം മാർക്കറ്റും ഉണ്ട്, അതേപോലെ ലോങ് ടേം മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇസ് എ മാർക്കറ്റ് ഡീൽസ് വിത്ത് ദി സ്റ്റോക്സ്, ബോണ്ട്സ്, ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. രണ്ടാമത്തേത് ആനുവൽ റിപ്പോർട്ട് അല്ലേ, ഏതൊരു കമ്പനീസിൻ്റെയും ആനുവൽ റിപ്പോർട്ട്. ഓക്കെ, Annual report is the main source of company data. Annual reports are published by public company annually. Public company annually അവരുടെ ടേൺ ഓവർ എത്രയാണ്, അവരുടെ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, അതൊക്കെ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവാം. അതാണ് ആനുവൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് ഇഷ്യൂസിനെ കുറിച്ചിട്ട് കമ്പനീസ് ഒരു ഇഷ്യൂ നടത്തുമ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഇൻഫർമേഷൻസൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നതിനാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസ്പെക്ടസ് ബീങ് പബ്ലിഷ്ഡ് വൈൽ മേക്കിംഗ് പബ്ലിക് ഇഷ്യൂ. ഇൻ ദ പ്രോസ്പെക്ടസ് കമ്പനി പ്രസൻസ് ദ റിവ്യൂ ഓഫ് ദെയർ വർക്കിംഗ്. കമ്പനി അവരുടെ വർക്കിങ്ങിൻ്റെ റിവ്യൂ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രോസ്പെക്ടസിൽ വരുന്നത്. അപ്പോൾ ഒരു മെയിൻ സോഴ്സ് ഓഫ് കമ്പനി ഡാറ്റയിൽ വരുന്ന ഒന്നാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഓരോ ഇൻഡെക്സ്, ഇപ്പോൾ BSE ആണെങ്കിലും NSE ആണെങ്കിലും നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഇൻഡെക്സും സെൻസെക്സും നോക്കിയിട്ട് നമുക്ക് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസുകളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദി കമ്പനീസ്. ഒക്കെ കമ്പനീസിനെ കുറിച്ച് ഇൻഫോർമേഷൻസും അവരുടെ ഷെയർസും പ്രൈസും ഒക്കെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന നമുക്ക് ലഭിക്കുന്നുണ്ടാവും. സോ അതാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ അഞ്ചാമത്തതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡ് എന്ന് പറഞ്ഞാൽ വാല്യുബിൾ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഇസ് ഓൾസോ അവൈലബിൾ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡ്സ് പബ്ലിഷ്ഡ് ബൈ മെനി ഏജൻസീസ്. അതായത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ ഏജൻസീസൊക്കെ തന്നെ ഇൻഫർമേഷൻസുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡ്, ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊരു ഗൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പനീസുകൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. പിന്നെ ന്യൂസ് പേപ്പേഴ്സും ജേർണൽസും. ന്യൂസ് പേപ്പേഴ്സ് ജേർണൽസ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, നമുക്കതിലും ഇപ്പോൾ സെൻസെക്സ് എത്രയായി, നിഫ്റ്റി എത്രയായി, അങ്ങനത്തെ ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും ഒക്കെ നമുക്ക് ന്യൂസ് പേപ്പേഴ്സും ജേർണൽസും മുഖേന ലഭിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് മാഗസീൻ, ന്യൂസ് പേപ്പേഴ്സ്, പ്രസ്സൊക്കെയാണ് അതിൻ്റെ മീഡിയയിൽ വരുന്നത്. പിന്നെ കോർപ്പറേറ്റ് ഡാറ്റകൾ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കമ്പനി ഡാറ്റയിൽ നമുക്ക് ഇത്രയാണ് കിട്ടുന്നുണ്ടാവുക. ഇനി ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഡാറ്റയുണ്ട്. ഓക്കെ, സോഴ്സസ് ഓഫ് ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഡാറ്റ. ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഡാറ്റയിൽ ഇൻ്റർനാഷണൽ ഇക്കണോമിക്, പൊളിറ്റിക്കൽ, മാർക്കറ്റ്, ബിസിനസ് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, കൺസിഡർ ചെയ്യുന്നുണ്ടാകും. സോ അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഇൻ്റർനാഷണൽ ഡാറ്റ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, IFS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഓരോ ആനുവലി, ക്വാർട്ടർലി, മന്ത്ലി ഒക്കെ റിപ്പോർട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും.
ഓക്കെ, ഇനിയാണ് നമ്മൾ മെയിനായിട്ട് പ്രോബ്ലമിലേക്ക് കിടക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒന്നാമത്തെ മൊഡ്യൂള് കംപ്ലീറ്റ് ആയി. നമ്മൾ പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ഏരിയയിൽ റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു ഏരിയയ്ക്ക് കിടക്കുകയാണ്. സോ ഇവിടെയാണ് അത്യാവശ്യം പ്രോബ്ലംസ് വരുന്നത്. റിസ്ക് എന്താണ്, റിട്ടേൺ എന്താണെന്നുള്ള അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ റിസ്ക്കും റിട്ടേണും നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഫിനാൻസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്. യൂഷ്വലി നമുക്ക് എല്ലാവർക്കും അറിയാം, റിസ്ക് കൂടുമ്പോൾ റിട്ടേൺ കൂടും, റിസ്ക് കുറയുമ്പോൾ റിട്ടേൺ കുറയുന്നത് നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു മെയിൻ ഫീച്ചറാണ്. അപ്പം നമുക്ക് റിട്ടേണും റിസ്ക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ടേഷനൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഒരു പ്യുവർ തിയറി പേപ്പറാണ് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്യുവർ തിയറി പേപ്പർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ പ്രോബ്ലംസുകളൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്കത് തിയറി ആണോ പ്രോബ്ലം ആണോ എന്ന് പറയാൻ പറ്റില്ല. ചില പ്രോബ്ലംസുകൾ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ റിസ്കിൻ്റെ ഭാഗത്ത് റിസ്ക് ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടുന്നതാണ്. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചാൽ മതി. റേറ്റ് ഓഫ് റിട്ടേൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുക ഇൻകം പ്ലസ് പ്രൈസ് ചേഞ്ച് ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ്. ഓക്കെ, സോ ഇതാണ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഇവിടെ ഡയറക്റ്റ് തന്നെയാണ്. സോ നമുക്ക് രണ്ടും കൂടിയിട്ട് ഇൻറ്റു ചെയ്താൽ ആ ആൻസർ അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇക്വേഷൻ പ്രകാരം ക്വസ്റ്റ്യൻ എന്ന കാര്യങ്ങൾ നമ്മൾ ഇൻകം അതേപോലെ തന്നെ പർച്ചേസ് പ്രൈസും ദെൻ അത് 100ഓട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, നമ്മൾ പെർസെൻറ്റേജ് ആണ് കാണാൻ വേണ്ടിയിട്ട് 100 യൂസ് ചെയ്തത്. സോ നമുക്ക് 8.93 കിട്ടി. ഇനി വേറെയും ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട് സെയിം. അതിൽ നമുക്ക് ഓൾറെഡി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻകം 8 ആയിരുന്നു, പ്രൈസ് ചേഞ്ച് 20 ആയിരുന്നു. സോ ഇവിടെ നമ്മൾ ഇൻറ്റു 100 നിങ്ങൾക്ക് തോന്നും ഇക്വേഷനിൽ ഇൻറ്റു ഇല്ല, ഇവിടെ നമ്മൾ എന്ത് ഇൻറ്റു 100 ചെയ്തതെന്ന്. ഇവിടെ നമ്മൾ ഇൻറ്റു 100 ചെയ്തത് മെയിനായിട്ട് ആ പെർസെൻറ്റേജ് വരുന്ന കാരണമാണ് നമ്മൾ ഇൻറ്റു 100 ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണൊരു പ്രോബ്ലം. ഇനി എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഓക്കെ, സോ ഇതാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാൽക്കുലേഷൻ കൊടുത്തിരിക്കുന്നത്. എക്സ് ബാർ ആണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആയി കൊടുത്തിട്ടുള്ളത്. എക്സ് ബാർ ഈക്വൽ എൻ സിഗ്മ ഐ മൈനസ് 1 x1 ഇൻറ്റു P1. ഓക്കെ, സോ എക്സ് ബാർ എക്സ്പെക്റ്റഡ് റിട്ടേണും അതേപോലെ x1 പോസിബിൾ റിട്ടേൺസും, Pനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്രോബബിലിറ്റി. ഓക്കെ, പ്രോബബിലിറ്റി ആണ്. അപ്പോൾ പോസിബിൾ റിട്ടേൺസും അതേപോലെ തന്നെ പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണാണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ പ്രോബ്ലം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ്സ് എ റിട്ടേൺ ഓഫ് 10%, 20%, 30% ആൻഡ് 40% with the probability of 25%, 30%, 15% and 30%. Calculate എക്സ്പെക്റ്റഡ് റിട്ടേൺ. നമ്മളത് വെച്ചിട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രോബബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഈ റിട്ടേണും പ്രോബബിലിറ്റിയും തമ്മിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ടോട്ടൽ ചെയ്യുക. സോ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. ഈ ഒരു ഇക്വേഷൻ കണ്ടാൽ എല്ലാവർക്കും തോന്നുന്നു എന്തോ ഒരു വലുതാണ്, പക്ഷെ ഇവിടെ സമ്മ ചോദിക്കുന്നത് ഈ എക്സ് അതേപോലെ പിയും പോസിബിൾ റിട്ടേണും പ്രോബബിലിറ്റി അസോസിയേറ്റഡും രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ വന്നാലൊക്കെ, സോ അതിൻ്റെ ടോട്ടൽ വന്നാൽ നമുക്ക് 25 നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പം പോസിബിൾ റിട്ടേൺ 10ഉം പ്രോബബിലിറ്റി 0.25 ആണ്. അങ്ങനെ നമ്മൾ എഴുതി. സോ രണ്ടും കൂടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, അതിൻ്റെ ടോട്ടൽ നമുക്ക് 25 കിട്ടി. ഓക്കെ, സോ അതാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതും സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ 25% കിട്ടി. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യനോട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും റിട്ടേണും പ്രോബബിലിറ്റിയും ഉണ്ട്. ഒന്നുമില്ല, സെയിം കോൺസെപ്റ്റ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ അത് ടോട്ടൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ 48 നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൽ വരുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ്. അടുത്ത പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ പ്രൈസും പ്രോബബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. സെയിം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റിട്ടേൺ കണ്ടുപിടിച്ചു. അപ്പോൾ റിട്ടേൺ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആ എമൗണ്ടിന് നമ്മൾ റിട്ടേണും പ്രൈസും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തിവിടെ ചെയ്ത് പ്രോബ്ലമാണ്. ഓക്കെ, ഒരുവിധം പ്രോബ്ലംസൊക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നുണ്ടാവുക. അപ്പോൾ പോസിബിൾ റിട്ടേൺ കിട്ടി, പ്രോബിലിറ്റി കിട്ടി, അവ തമ്മിൽ നമ്മൾ
മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അഗെയിൻ പ്രോബ്ലം കൊടുത്തതാണ് സെയിം. അപ്പോൾ ഇനി ആ പ്രോബ്ലത്തിന് ശേഷമാണ് നമുക്ക് കോൺസെപ്റ്റ് ഓഫ് റിസ്ക് എന്ന് പറഞ്ഞൊരു ഏരിയയ്ക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ഓഫ് റിസ്ക്, നമുക്ക് റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഓക്കെ, അപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഓഫ് ലോസ് ആണ്. നമുക്ക് ഫ്യൂച്ചറിൽ നഷ്ടം സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്കിൻ്റെ ഒരുപാട് മീനിങ് ഉണ്ട്. ഇനി നമുക്ക് 2 തരം റിസ്ക് പഠിക്കാനുണ്ട്, സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. സോ അത് നമുക്ക് ഇനി ബാക്കിയുള്ള വീഡിയോസുകളിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കോൺസെപ്റ്റും പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ മെയിനായിട്ട് ചോദിക്കുക. വളരെ എളുപ്പമുള്ളൊരു ഏരിയയാണ് ഒരു ഏരിയ എന്ന് പറയുന്നത്. ഫോക്കസ് ആയിട്ട് വാച്ച് ചെയ്യുക, കാണാൻ നോട്ട്സ് എഴുതിയെടുക്കുക കേട്ടോ.